ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നാളെ എനിക്ക് ഓഫാണ് കേട്ടോ. കണ്ണേട്ടനും ഓഫാണ്. അപ്പം ഓഫ് പ്രമാണിച്ച് ഇന്ന് നൈറ്റ് ഡിന്നറിന് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സിറ്റി കിങ്സ് പാർക്ക് റെസ്റ്റോറൻറ്റിൽ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ കുറേ ഡിഷസിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പുള്ളി പറഞ്ഞു വീട്ടിൽ മൊഹബത്ത് കൂട്ടാനായിട്ട് നിങ്ങൾ മൊഹബത്ത് ചിക്കൻ വാങ്ങിച്ച് കഴിക്കാൻ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മൊഹബത്ത് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ആവശ്യത്തിലധികം മൊഹബത്ത് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഈ ചിക്കൻ്റെ മൊഹബത്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ മൊഹബത്ത് ചിക്കനും പൊറോട്ടയും ഓർഡർ ചെയ്തു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. വാഴയിലയിൽ പൊതിഞ്ഞ് നല്ല ചിക്കൻ വിത്ത് ഗ്രേവി. ഒരു ഫുൾ ചിക്കൻ ഉണ്ട്. ചിക്കൻ്റെ ലിവർ ഒന്നും അവരതിൽ കളഞ്ഞിട്ടില്ല, ലിവറൊക്കെ അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറേ ചിക്കൻ്റെ മഞ്ഞക്കരുവും പിന്നെ ഒരു മുഴുവൻ മുട്ടയും ഇതിനകത്ത് കാണും. പൊതി അഴിച്ചപ്പോഴേ നല്ല അസാധ്യമായ മണമായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചൂട് പൊറോട്ടയും. ദേ കണ്ടില്ലേ, ചിക്കൻ അങ്ങനെ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുക. ഗ്രേവിക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പൊറോട്ടയ്ക്ക് തുല്യം പൊറോട്ട മാത്രം അല്ലേ? എന്ത് ആഹാരമായാലും വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ ഉള്ളൊരു മണം ഒന്ന് വേറെ തന്നെയല്ലേ? അത് പണ്ട് സ്കൂളിൽ കൊണ്ടുവരുന്ന പൊതിച്ചോറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും കൊതിയാവുക. വാഴയിലയിൽ ചൂട് ചോറും ചമ്മന്തിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരുന്ന് ഉച്ചയാകുമ്പോൾ അത് തുറക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണം ഒന്ന് വേറെ തന്നെയല്ലേ? ഇവിടെയാണേലും ഉണ്ടല്ലോ, കുട്ടികൾക്ക് 2 പേർക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ എപ്പോഴും മേടിക്കാറില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ മേടിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പൊറോട്ട. അപ്പോൾ കണ്ണേട്ടന് ഓൾറെഡി റെഡി ആയിട്ടിരുന്നു. പൊറോട്ട എടുത്തു, ചിക്കൻ എടുത്തു, കഴിച്ചു തുടങ്ങി. പൊറോട്ട കഴിക്കുമ്പോൾ പൊതുവേ നമുക്കൊരു ക്ഷീണം ഉണ്ടാവാറുണ്ടല്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നാളെ രാവിലെ വളരെ വൈകി എഴുന്നേറ്റാൽ മതി, ഓഫാണല്ലോ. എനിക്കിനി 2 ദിവസത്തേക്ക് ഓഫാട്ടോ. പക്ഷെ കണ്ണേട്ടന് സൺഡേ ഡ്യൂട്ടിക്ക് പോകണം. കണ്ണേട്ടൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ഇതിന് അസാധ്യ ടേസ്റ്റാണെന്ന്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴും ഇതേ അനുഭവമായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. മോള് ശരിക്കും ഇങ്ങനെ ഗ്രേവി എരിവുള്ള അങ്ങനെയൊന്നും കഴിക്കാത്ത ആളാണേ. പക്ഷെ അവളും ആസ്വദിച്ച് കഴിച്ചു. അത്രയും സൂപ്പറായിരുന്നു. കണ്ണേട്ടനുണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചീത്തയാവാനുള്ള ഫുഡാണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ കണ്ണേട്ടന് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇത് അത്രയും സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്നത്. അങ്ങനെ എന്തായാലും മൊഹബത്ത് വർക്കൗട്ടായി, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ വീക്കെൻഡായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ? ദേ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു 6-7 മഞ്ഞക്കരുവെങ്കിലും ഇതിലവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഫുൾ മുട്ടയും ഉണ്ടാവും, ഒരു ഫുൾ ചിക്കനും ഉണ്ടാവും. എന്തുവായാലും സംഭവം പൊളിച്ചു. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.